ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ഞാൻ ചെയ്യാനായി പോകുന്നത്. ഇതെൻ്റെ ചാനലിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ ആണ്. എൻ്റെ ചാനലിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളെടുക്കുന്ന മിക്ക ട്രേഡുകളിലും സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതായത് നിങ്ങൾ ചെയ്യുന്ന ട്രേഡുകൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള കാരണം ഈ ഒരു കാരണം കൊണ്ടാണ് ചിലപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിക്കാൻ അത് കാരണമാകുന്നത്. ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പറയാനായി ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ടൈം ഫ്രെയിം അലൈൻമെൻറ്റിനെ പറ്റിയാണ്. അതായത് ഈ ടൈം ഫ്രെയിമുകളെല്ലാം കണക്റ്റഡ് ആണ്. ആ കണക്റ്റഡ് ആയിട്ടുള്ള ടൈം ഫ്രെയിം വെച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം. 4 hour ടൈം ഫ്രെയിമും 50 minute ടൈം ഫ്രെയിമും കണക്റ്റഡ് ആണ്. അപ്പം ഈ രണ്ട് ടൈം ഫ്രെയിമും നോക്കിയിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും ട്രേഡുകൾ എടുക്കേണ്ടത്. അതായത് നിങ്ങൾ ഇൻട്രാഡേ ആണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം കൊണ്ട് ട്രേഡ് എടുത്ത് 1-1.5 ദിവസം കൊണ്ട് നിങ്ങൾ ട്രേഡ് അവസാനിപ്പിക്കുന്നതാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ട്രേഡിംഗ് നിങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാര്യം നോക്കിയ ശേഷം മാത്രമേ ട്രേഡ് എടുക്കാവൂ, അല്ലെങ്കിൽ ഉറപ്പായിട്ടും സ്റ്റോപ്പ് ലോസ് അടിക്കും. അപ്പം ഈ ഒരു വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു കാണത്തില്ല. അതുകൊണ്ട് ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പൈസയോ മറ്റോ കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. നിങ്ങൾ നല്ലൊരു പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ട്രേഡറായി കാണാനാണ് എനിക്കിഷ്ടം. അപ്പം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതേപോലെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റൊക്കെയാണ് എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ മോട്ടിവേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പം ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ടൈം ഫ്രെയിം അലൈൻമെൻറ്റിനെ പറ്റിയാണ് പറയാനായി പോകുന്നത്. ടൈം ഫ്രെയിമുകളെല്ലാം വളരെ കണക്റ്റഡ് ആണ്. അതായത് 1 minute കാണുന്ന ടൈം ഫ്രെയിമും 1 hour കാണുന്ന ടൈം ഫ്രെയിമും 50 minute കാണുന്ന ടൈം ഫ്രെയിമും എല്ലാ ടൈം ഫ്രെയിമും കണക്റ്റഡ് ആണ്. അപ്പം 1 minute കഴിഞ്ഞ ശേഷമാണ് 50 minute അത് കാണിക്കുന്നത്. 50 minute കാണിച്ച ശേഷമാണ് 4 hour അത് കാണിക്കുന്നത്. അപ്പം ഈ ടൈം ഫ്രെയിമൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ട്രേഡിങ്ങിൽ അത് യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാം, നമുക്കതെങ്ങനെ ട്രേഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിൽ കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ പ്രധാനമായിട്ടും ചെയ്യുന്ന ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിംഗ് ആണ്. അപ്പം ഞാൻ എങ്ങനെയാണ് ട്രേഡ് എടുക്കുന്നത്, അപ്പം നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് എടുക്കാൻ പറ്റും, അപ്പം അതെല്ലാമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാനായി പോകുന്നത്. അപ്പം വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, മുഴുവനായിട്ട് കാണുക. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ഒരു റെഡ് കളറിൽ കാണുന്ന സ്ട്രക്ചറാണ് 4 hour സ്ട്രക്ചർ. അതായത് 4 hour ടൈം ഫ്രെയിമാണ് ഈ റെഡ് കളറിൽ കാണുന്നത്. ഈ ചുവന്ന കളറിൽ കാണുന്ന ടൈം ഫ്രെയിമാണ് 4 hour. ഈ ഒരു ബ്ലാക്ക് നിറത്തിൽ കാണുന്ന ഈ മാർക്കറ്റ് സ്ട്രക്ചറാണ് 50 minute സ്ട്രക്ചർ. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലായി, ഈ ഒരു 4 hour മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഓക്കെ, 4 hour മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. ഇപ്പം നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നില്ല, കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് പറഞ്ഞു തരാനായി പോകുന്നത്. ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരാനായി പോകുന്നത്. അപ്പോൾ ഓക്കെ, ഇപ്പം 4 hour നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, 4 hour നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി കഴിഞ്ഞു. ഓക്കെ, ഈ ബ്ലാക്കിൽ കാണുന്നതാണ് 50 minute. 50 minute നോക്കിയേ, 50 minute ഈ ഭാഗത്ത് ബുള്ളിഷാണ്. 50 minute മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന് പോവുകയാണ്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ നോക്കിയേ, മാർക്കറ്റ് 50 minute ബുള്ളിഷാണ്. അപ്പം പ്രോ ട്രെൻഡ് ആയിട്ടുള്ള 4 hour ബെയറിഷാണ്, 50 minute ബുള്ളിഷാണ്. നിങ്ങൾക്ക് മനസ്സിലായോ? 4 hour മാർക്കറ്റ് ബെയറിഷാണ്. നമ്മൾ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് 4 hour ആണ് നമ്മൾ നോക്കുന്നത്. ഓവറോൾ ട്രെൻഡ്, മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് 4 hour ബെയറിഷാണ്. പക്ഷേ 50 minute ബുള്ളിഷാണ്. നോക്കിയേ, അപ്പം മാർക്കറ്റ് ബുള്ളിഷാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും മാർക്കറ്റ് വരുന്ന ശേഷം 4 hour ട്രെൻഡ് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ട്രെൻഡ് 50 minute ട്രെൻഡ് എന്ന് പറയുന്നത് ബുള്ളിഷാണ്. ഇവിടെ നോക്കിയേ, മാർക്കറ്റ് ഇവിടെ സ്ട്രക്ചർ ചേഞ്ചായി. 50 minute മാർക്കറ്റ് ബെയറിഷായി. 50 minute മാർക്കറ്റ് ബെയറിഷായപ്പോൾ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? സ്മാർട്ട് മണി മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോവുകയാണ്. അതായത് 50 minute മാർക്കറ്റ് ബെയറിഷായി കഴിഞ്ഞാൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരറ്റ് കിട്ടിയാൽ 4 hour മാർക്കറ്റ് ട്രെൻഡ് മാറിക്കഴിഞ്ഞ് 4 hour താഴേക്ക് പോവുകയാണ്. അതായത് 4 hour ഒരു പുൾ ബാക്ക് വന്നു, മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റ് ട്രെൻഡിലേക്ക് പോവുകയാണ്.
അപ്പം ഈ ഒരു ബ്ലാക്കിൽ കാണുന്ന 50 മിനിറ്റിൽ കാണുന്ന ഈ ഒരു സാധനങ്ങൾ ഇതെല്ലാം മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. 50 മിനിറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറാണ്. നോക്കിയേ, നമുക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷമാണ് മാർക്കറ്റിൽ തിരിച്ച് 4 അവർ പുൾ ബാക്ക് ചെയ്ത് തിരിച്ച് മാർക്കറ്റ് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു. അപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചാർട്ടിൽ വരച്ച് കാണിക്കുന്നതാണ് കേട്ടോ. ചാർട്ടിൽ ഞാൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, മാർക്കറ്റ് അനലൈസ് ചെയ്യുന്നതൊക്കെ ഈ ഒരു വീഡിയോ ഒരാളും പറഞ്ഞു തരാത്ത വീഡിയോസാണ് കേട്ടോ. ഇത് നിങ്ങൾ പൈസ കൊടുത്ത് വെളിയിൽ പോയി പഠിക്കുന്ന കാര്യമാണ്, ഫ്രീ ആയിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. ഫ്രീ ആണെന്ന് പറഞ്ഞത് വേസ്റ്റ് അല്ല, അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം ഈ ഒരു 4 അവർ നിങ്ങൾ നോക്കിയേ, 4 അവറിൽ നമുക്കൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. 4 അവർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യും. പുൾ ബാക്ക് ചെയ്ത ശേഷമാണ് വീണ്ടും പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ 4 അവറിൽ കിട്ടുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടം വരെ മാർക്കറ്റ് ബെയറിഷ്. ഇവിടെ നോക്കിയേ, ഈ റെഡ് കളറിൽ നമുക്കൊരു 4 അവറിൽ നമുക്കൊരു മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ശേഷം 50 മിനിറ്റ്, ഈ ബ്ലാക്ക് കാണുന്ന 50 മിനിറ്റ് അല്ലേ, 50 മിനിറ്റിൽ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. 50 മിനിറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയ ശേഷം നമുക്ക് മനസ്സിലാക്കേണ്ടത് 4 അവറിൽ പുൾ ബാക്ക് ആയി എന്നാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എങ്ങനെ എൻ്റെ ട്രേഡിൽ ഞാൻ യൂസായിട്ട് എങ്ങനെ എനിക്ക് യൂസ് ചെയ്യാമെന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. അത് ഞാൻ ഉടനെ പറഞ്ഞു തരാം. നിങ്ങൾ ഈ ഒരു കാര്യം നോക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. 4 അവറിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ, ഓക്കെ, അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് 50 മിനിറ്റിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടത് 4 അവറിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് തരാൻ പോവുകയാണ്. നോക്കിയേ, അപ്പം ഈ കാണുന്ന 50 മിനിറ്റ് എന്ന് പറയുന്നത് ഇൻറ്റേർണൽ ട്രെൻഡാണ്. നമ്മൾ പ്രോ ട്രെൻഡ് എന്താണ്? പ്രോ ട്രെൻഡ് എന്ന് പറയുന്നത് 4 അവറിലെ ട്രെൻഡാണ്. 4 അവറിൽ ഏത് ട്രെൻഡാണോ അതാണ് നമ്മൾ ഓവറോൾ മാർക്കറ്റ് പോകുന്ന ട്രെൻഡെന്ന്. അത് 50 മിനിറ്റിലേക്ക് നോക്കിയാൽ 50 മിനിറ്റാണ് ഇൻറ്റേർണൽ ആയിട്ടുള്ള ട്രെൻഡ്. അപ്പം 50 മിനിറ്റിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. 50 മിനിറ്റ് മാർക്കറ്റ് ബുള്ളിഷായി. അപ്പം മാർക്കറ്റ് ബുള്ളിഷായി, മാർക്കറ്റ് 4 അവറിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യുകയാണ്. 4 അവറിൽ വീണ്ടും മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയപ്പോൾ നമുക്കത് മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് 4 അവറിൽ തിരിച്ച് സിംഗ്ലോ, ഈ ഒരു മാർക്കറ്റിൻ്റെ 4 അവറിൻ്റെ സിംഗ്ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാനായി പോവുകയാണ്. മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക് കഴിഞ്ഞ് മാർക്കറ്റ് തിരിച്ച് സിംഗ്ലോ ബ്രേക്ക് ചെയ്യാനായി പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, 4 അവറിലെ ട്രെൻഡ് മാർക്കറ്റ് ബെയറിഷായി. 4 അവറിൽ മാർക്കറ്റ് ബെയറിഷാണ്. 50 മിനിറ്റാണ് നമ്മൾ ഇൻറ്റേർണൽ സ്ട്രക്ചർ. 50 മിനിറ്റിൽ നമുക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക് ചെയ്യാൻ സമയമായി. ഓക്കെ, 50 മിനിറ്റ് തിരിച്ച് നമുക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡ് കിട്ടിയപ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് തിരിച്ച് ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി, മാർക്കറ്റ് സ്വിംഗ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്യാനായി പോവുകയാണ്. ഇതേ കണക്ക് തന്നെയാണ് മാർക്കറ്റ് ചലിക്കുന്നത്. നോക്കിയേ, ഇപ്പം ഇതൊരു 4 അവറാണെന്ന് വിചാരിക്കുക. 4 അവർ തിരിച്ച് പുൾ ബാക്ക് ചെയ്ത് വീണ്ടും ഈ ഒരു സിംഗ്ലോ ബ്രേക്ക് ചെയ്യുകയാണ്. 4 അവർ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 4 അവറിൽ എത്ര വട്ടം സ്ട്രക്ചർ അതായത് സ്വിംഗ്ലോ ബ്രേക്ക് ചെയ്യുന്നോ അതിനുശേഷം ഒരു പുൾ ബാക്ക്, തീർച്ചയായിട്ടും പുൾ ബാക്ക് ഉണ്ട്. ആ പുൾ ബാക്കിന് ശേഷമാണ് മാർക്കറ്റ് തിരിച്ച് അടുത്ത ലോ ബ്രേക്ക് ചെയ്യാനായി പോകുന്നത്. നോക്കിയേ, ഇവിടെ ലോ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ ലോ ബ്രേക്ക് ചെയ്തു, പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. വീണ്ടും മാർക്കറ്റ് തിരിച്ചൊരു പുൾ ബാക്ക് തന്ന ശേഷം മാത്രമേ 4 അവറിൽ വീണ്ടും ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരത്തുള്ളൂ മാർക്കറ്റ്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് മാർക്കറ്റ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഒരു കാര്യം, നിങ്ങളുടെ ടൈം ഫ്രെയിം ഏതെങ്കിലും പെയർ, നിങ്ങൾക്ക് ഈ ഒരു പെയറിനകത്ത് എല്ലാം വർക്ക് ചെയ്യുന്നതാണ്. ഇപ്പം മാർക്കറ്റ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ കാണിച്ചു തരാം. എങ്ങോ നടന്ന കാര്യം, മാസങ്ങൾക്കോ 2-3 മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യം ഞാൻ കാണിക്കുന്നില്ല. മാർക്കറ്റിൽ ഇപ്പം നടക്കുന്ന കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം എക്സാമ്പിളായിട്ട്. ഓക്കെ, അപ്പം 4 അവറിൽ നോക്കിയേ, ഈ ഒരു 4 അവർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തന്നിട്ടുണ്ട്. നമ്മൾ 50 മിനിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ഇവിടം തൊട്ട് മാർക്കറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പെൻസിലിൻ്റെ ടൂൾ എടുക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം.
ഞാൻ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പുറത്ത് പോയിട്ട് പൈസ കൊടുത്ത് പഠിക്കുന്ന കാര്യം തന്നെയാണ് ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നത്. ഫ്രീ ആണെന്ന് പറഞ്ഞാൽ അത് വേസ്റ്റ് അല്ല. നിങ്ങളത് പഠിക്കണമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സമയമില്ലെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോസൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ ട്രേഡിങ്ങിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലും നിങ്ങളൊരു ട്രേഡിങ്ങിൽ ഇതുവരെ ഒരു സ്ട്രാറ്റജി നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിലൊക്കെ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, ഒരു സ്ട്രാറ്റജി കഴിഞ്ഞ ശേഷം അടുത്ത സ്ട്രാറ്റജികൾ നോക്കിയപ്പോൾ യാതൊരു കാര്യമില്ല. നിങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അത് സ്ട്രാറ്റജി ഹോപ്പിംഗ് എന്ന് പറയും. അതായത് സ്ട്രാറ്റജി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ ഒരു സ്ട്രാറ്റജി നിങ്ങൾ പിക്ക് ചെയ്ത് മാർക്കറ്റിൽ എല്ലാ സ്ട്രാറ്റജിയും വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. എൻ്റെ ഈ സ്ട്രാറ്റജി തന്നെ ഉപയോഗിക്കണമെന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഏത് സ്ട്രാറ്റജിയാണോ ഇഷ്ടം ആ സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. അത് വെച്ച് മാർക്കറ്റ് നിങ്ങൾ ജീവിതകാലം മുഴുവൻ ട്രേഡ് ചെയ്യുക. അപ്പം നമ്മൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. ഞാൻ ഈ സ്ട്രാറ്റജി മാത്രമാണ് ഫോളോ ചെയ്യുന്നത്. ആ സ്ട്രാറ്റജിയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സ്ട്രക്ചർ മുതൽ നോക്കാം. ഓക്കെ, മാർക്കറ്റ് ഇവിടം തൊട്ട് മാർക്കറ്റ് 4 അവർ നോക്കിയാൽ മനസ്സിലായി ഏത് സ്ട്രക്ചറാണ്. 4 അവർ ഏത് ട്രെൻഡാണ്. നമ്മുടെ പ്രോ ട്രെൻഡ് എന്ന് പറയുന്നത്, നമ്മൾ ഓവറാൾ ട്രെൻഡ് എന്ന് പറയുന്നത് 4 അവറാണ് നോക്കുന്നത്. 4 അവറിൽ നോക്കിയാൽ മാർക്കറ്റ് ബെയറിഷാണ്. നമുക്ക് 50 മിനിറ്റ് നോക്കിയാൽ. ഓക്കെ, 50 മിനിറ്റ് നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് കളറ് മാറ്റിത്തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാവും. ഞാൻ ഈ ഒരു ബ്രേക്ക് സ്ട്രക്ചർ ഇല്ലേ 4 അവറിൻ്റെ, അതിൻ്റെ കളർ റെഡ് ആക്കാം. ഓക്കെ, റെഡ് കളറാക്കി. അപ്പോൾ നിങ്ങൾ നോക്കിയേ, 50 മിനിറ്റിലൂടെ ഞാൻ ചേഞ്ച് ചെയ്ത് തരാം. 50 മിനിറ്റിലോട്ട് നോക്കിയാൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. മിക്ക ആൾക്കാരും എൻ്റെ കമൻറ്റിൽ വന്ന് പറയുന്നൊരു കാര്യം, ലൈവ് മാർക്കറ്റിൽ സ്ട്രാറ്റജി കാണിക്കുക, മാർക്കറ്റിൽ എങ്ങനെ റീപ്ലേ ആയിട്ട് മോഡായിട്ട് കാണിക്കുക. നിങ്ങളാദ്യം ചെയ്യേണ്ടത് മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ഫസ്റ്റ് മാർക്കറ്റിൽ അടയാളപ്പെടുത്തി നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നടന്ന കാര്യങ്ങൾ പഠിച്ച ശേഷമല്ലേ മാർക്കറ്റ് നീ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെ ചാർട്ടിൽ പോയിട്ട് വരച്ച് നോക്കുക. ഞാൻ ഈ പറയുന്നത് എൻ്റെ തൊണ്ടയിലെ വെള്ളം കളഞ്ഞ് പറയുന്ന കാര്യങ്ങൾ സത്യമാണോ അതോ ഞാൻ എൻ്റെ വായി തോന്നുന്ന പറയുന്ന കാര്യമാണോ അത് ഈ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എൻ്റെ അറിവുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഫ്രീ ആയിട്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ, എൻ്റെ വായ്ത്താളം അടിക്കുകയാണോ, ഞാൻ കള്ളം പറയുകയാണോ, ഈ തൊണ്ടയിലെ വെള്ളം കളഞ്ഞ് പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണോ എന്ന് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഇതാണ് ഈ റെഡ് കളറിൽ കാണുന്നതാണ് 4 അവറിലെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് നോക്കാം. ഇവിടെ നോക്കിയേ, മാർക്കറ്റ് ഇവിടെ 50 മിനിറ്റിൽ ഈ ഒരു മാർക്കറ്റ് ബുള്ളിഷാണ്. നോക്കിയേ, 50 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. മാർക്കറ്റ് ബുള്ളിഷാണ്. ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം മാർക്കറ്റ് ബെയറിഷാണ്. 4 അവറിൽ മാർക്കറ്റ് ബെയറിഷാണ്. ഇവിടെ നോക്കിയേ, മാർക്കറ്റ് ഇത്തരത്തിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പോവുകയാണ് 50 മിനിറ്റിൽ. നോക്കിയേ, മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. അപ്പോൾ നമുക്കറിയാം 4 അവറിൽ ഒരു പുൾ ബാക്കാണ് നമ്മളിപ്പോൾ കാണുന്നതെന്ന്. അപ്പോൾ ഈ മിക്ക സമയത്തും നിങ്ങൾ മാർക്കറ്റിൻ്റെ റോങ് സൈഡിൽ പോയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 അവർ. ഓക്കെ, 4 അവറിൽ നിങ്ങൾ പോവുക. 4 അവറിൽ പോയ ശേഷം ഫെബിനാച്ചി ടൂൾ യൂസ് ചെയ്യുക. ഞാൻ കാര്യം പറയാൻ മറന്നുപോയി. ഫെബിനാച്ചി ടൂൾ നമുക്ക് ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഈ ഒരു ഹൈ മുതൽ ഈ ലോ വരെ കണക്ട് ചെയ്യുക. ഈ ഒരു ബ്രേക്ക് ചെയ്ത ലോ ഒരു ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മാർക്കറ്റ് എപ്പോഴും ഈ 0.71 വരെ അല്ലെങ്കിൽ 0.71 വരെയൊക്കെ മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക് ചെയ്ത ശേഷമാണ് പുതിയൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തരുന്നത്. ഇവിടെ ഏതെങ്കിലും ഓർഡർ ബ്ലോക്ക് കാണും. ആ ഓർഡർ ബ്ലോക്കിൽ വന്ന ശേഷമായിരിക്കും മാർക്കറ്റ് തിരിച്ചു പോകുന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായോ? അപ്പം നിങ്ങൾ ഈ കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. അപ്പം 4 അവറിൽ നിങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ടുള്ളൂ. ഓക്കെ, 4 അവറിൽ ഈ ഒരു ഭാഗമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടം വരെ വന്നിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 അവറിൽ
ഈ ഒരു മാർക്കറ്റ് ഇവിടം വരെ വന്നിട്ടുള്ളെങ്കിൽ 50 മിനിറ്റിൽ തിരിച്ച് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾക്കറിയാം മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്തിട്ട് ഈ ഒരു ലെവൽ വരെ പോകുമെന്ന്. അപ്പം നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, നമുക്കറിയാം ഈ ഒരു സ്വിങ് മാർക്കറ്റ് തിരിച്ച് പുൾ ബാക്ക് ഈ ഒരു ലെവൽ വരെ കഴിഞ്ഞ ശേഷമേ മാർക്കറ്റ് തിരിച്ച് 4 ഹവറിൽ തിരിച്ച് പോകത്തുള്ളൂ. അപ്പം നമുക്ക് ഇത് ട്രേഡ് യൂസ് ചെയ്യാം. ഇവിടം വരെ മാർക്കറ്റ് എന്തായാലും പോവുകയല്ലേ, അപ്പം നമുക്ക് ഇവിടെ ട്രേഡ് എടുക്കാം. നിങ്ങൾ പറഞ്ഞ് മനസ്സിലായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞത് 4 ഹവറിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് 0.71 ഈ 50 മിനിറ്റ്, അതായത് ഞാൻ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് കോൺസെപ്റ്റ് പഠിപ്പിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? SMC കോൺസെപ്റ്റിൽ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്, അതായത് നമുക്കറിയാം മാർക്കറ്റ് തിരിച്ച് ആർക്കെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ, അതെങ്കിലും ഇത് മാർക്കറ്റിൽ വാങ്ങിക്കാനുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പ്രൈസ് ഈ ഒരു ഡിസ്കൗണ്ടിൽ വന്ന ശേഷം മാത്രമേ നമ്മൾ വാങ്ങിക്കത്തുള്ളൂ. ഓക്കെ, ഇതാണ് ഡിസ്കൗണ്ട്, ഇതാണ് പ്രീമിയം ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നത്. അപ്പം പ്രൈസ് പ്രീമിയത്തിൽ വന്ന ശേഷം മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ. അപ്പം നിങ്ങൾ ഫെബിനാച്ചി ടൂൾ എടുക്കുക, ഈ ഒരു ലോ മാർക്ക് ചെയ്യുക, ഹൈ മാർക്ക് ചെയ്യുക. ഫെബിനാച്ചി ടൂളിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു അളവ് അറിയത്തില്ലെങ്കിൽ ഫെബിനാച്ചി സെറ്റിങ്സിൽ പോയ ശേഷം ഈ ഒരു സെറ്റിങ്സ് നിങ്ങളാക്കുക. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 0, 1, 0.5, പിന്നെ 0.71, 0.79 ഈ ഒരു സെറ്റിങ്സ് നിങ്ങളാക്കുക. ഓക്കെ, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് നിങ്ങളാക്കുക. ആക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇത്തരത്തിൽ കിട്ടും. ഇത്തരത്തിൽ ഫെബിനാച്ചി ടൂൾ എടുത്ത ശേഷം തിരിച്ച് ഈ ഒരു ഹൈയും ലോയും മാർക്ക് ചെയ്യുക. ഹൈ ലോയും മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടി? ഡിസ്കൗണ്ടും പ്രീമിയം കിട്ടി. അപ്പം പ്രീമിയത്തിൽ നിന്ന് ബെയറിഷ് മാർക്കറ്റിൽ പ്രൈസ് എപ്പോഴും പ്രീമിയത്തിൽ, അതായത് ഇവിടെ വന്ന ശേഷം മാത്രമേ പ്രൈസ് താഴേക്ക് പോകത്തുള്ളൂ. ഓക്കെ, ഡിസ്കൗണ്ടിൽ അതായത് നമ്മൾ ബുള്ളിഷ് മാർക്കറ്റിൽ പ്രൈസ് തിരിച്ച് വന്നിട്ട്, അതായത് പ്രൈസ് ഇവിടെ നിന്ന് വന്ന് തിരിച്ച് ഈ ഒരു ഡിസ്കൗണ്ടിൽ വന്ന ശേഷം മാത്രമേ തിരിച്ച് മുകളിലേക്ക് പോകത്തുള്ളൂ. നിങ്ങൾക്ക് അത് മനസ്സിലാക്കുക. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് 7.1 മുതൽ 7.9 ആ ഒരു സെക്ഷൻ, ആ ഒരു ഭാഗത്തുള്ള ഓരോ ബ്ലോക്ക് എങ്ങനെ തിരിച്ച് വന്ന ശേഷം മാത്രമേ തിരിച്ച് മാർക്കറ്റ് പോകത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിവിടെ എങ്ങനെ നമുക്ക് ട്രേഡിങ് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചല്ലേ, അതായത് തിരിച്ച് പ്രൈസ് ഡിസ്കൗണ്ടിൽ വന്ന ശേഷം മാത്രമേ, മാർക്കറ്റ് ഇവിടെ ബെയറിഷ് ആണ്. അപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് മാർക്കറ്റ് തിരിച്ച് പോകുന്നത്? മാർക്കറ്റ് തിരിച്ച് പ്രീമിയത്തിൽ വന്ന ശേഷം മാത്രമേ പോകത്തുള്ളൂ. 4 ഹവറിൽ പ്രീമിയത്തിൽ മാർക്കറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഓക്കെ, ഈ ഒരു സ്ട്രക്ചർ ഇവിടം വരെ നിങ്ങൾ വന്നിട്ടില്ല എന്ന് വിചാരിക്കുക, ഈ സ്ട്രക്ചർ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് വിചാരിക്കുക. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് 50 മിനിറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് നോക്കിയപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് 4 ഹവറിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്കാണ് ചെയ്യുന്നത്. മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലെവൽ വരെ എത്തിയ ശേഷം മാത്രമേ മാർക്കറ്റ് തിരിച്ച് പോകത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയേ, മാർക്കറ്റ് 4 ഹവറിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. 4 ഹവറിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിയ ശേഷം ഞാൻ പറഞ്ഞു മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുന്നെങ്കിൽ നമ്മൾ എങ്ങനെ മനസ്സിലാക്കണം? നമ്മൾ 4 ഹവറിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞ ശേഷം മാർക്കറ്റിനെ 50 മിനിറ്റിലേക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, എനിക്ക് 50 മിനിറ്റിൽ ട്രേഡ് എടുക്കാൻ ഇഷ്ടമില്ല, എനിക്ക് 4 ഹവറിൽ തന്നെയാണ് ട്രേഡ് എടുക്കാൻ ഇഷ്ടമെന്ന് വിചാരിക്കുക. ഈ ഒരു 4 ഹവറിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ 2-3 ദിവസങ്ങളൊക്കെ എടുത്ത ശേഷമാണ് ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇതിൽ ഓരോ ക്യാൻഡിലും 4 ഹവറാണ്. 3 ക്യാൻഡിലാകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ദിവസം അടുപ്പിച്ചാകും, 12 മണിക്കൂർ. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാണുന്ന ഈ ലെവലൊക്കെ നീ വരാൻ പോകുന്ന 5-6 ദിവസത്തിനുള്ളിൽ മാത്രമേ പ്രിൻ്റായി വരത്തുള്ളൂ. ഈ ക്യാൻഡിലൊക്കെ പ്രിൻ്റ് ആവാൻ 3-4 ദിവസമൊക്കെ പിടിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത്, നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 4 ഹവറിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് ഓരോ ബ്ലോക്ക് കിട്ടി, നിങ്ങൾക്ക് ഇവിടെ സെല് ചെയ്യാം. 4 ഹവറിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. അതിനെയാണ് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളൊരു 3-4 ദിവസത്തേക്കോ ഒരാഴ്ചത്തേക്കൊക്കെ ട്രേഡ് ഹോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എനിക്ക് ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച്, ഓക്കെ, നിങ്ങൾ ഈ കാര്യം ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ ആ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ തന്നെ എല്ലാ കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷനാണ് ഉറപ്പായിട്ടും. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 50 മിനിറ്റിൽ എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എങ്ങനെയാണ് ഈ ഒരു കാര്യം വെച്ചിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറന്നേക്ക്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. സ്വിംഗ് ട്രേഡിങ്ങിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്.
അപ്പോൾ 50 മിനിറ്റിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മനസ്സിലായി 4 അവറിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഓക്കെ, 4 അവറിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഇവിടെ നോക്കിയേ, ഈ റെഡ് കളർ കാണുന്നില്ലേ? ഇവിടെ നമുക്കൊരു 4 അവർ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടി. ഈ ബ്ലാക്ക് കാണുന്ന ഇതൊക്കെ നമ്മൾ 50 മിനിറ്റിൽ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറാണ്. 50 മിനിറ്റിൽ മാർക്കറ്റ് പെട്ടെന്ന് നോക്കിയപ്പോൾ എന്തുവാ, ബുള്ളിഷായി, ചേഞ്ച് ഓഫ് ക്യാരക്ടർ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റ് 50 മിനിറ്റിൽ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് 4 അവറിൽ മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുകയാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിമിൽ കാണിക്കുന്ന സാധനമല്ല, അതിനുശേഷമല്ല 4 അവറിൽ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ടൈം എത്രയും ബാക്കിലേക്ക് വന്നേക്കുവാണ്. അപ്പം കൂടുതൽ ഡേറ്റാസ് നമ്മൾ ടൈം ഫ്രെയിം എത്ര കുറയ്ക്കുന്നോ അത്രയും ഡേറ്റ നമുക്ക് കിട്ടുവാണ്. നിങ്ങൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ തുടക്കക്കാരിൽ പോയി നേരെ പോയി 1 മിനിറ്റിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ വളരെയധികം മാനിക്കുലേഷനും മറ്റ് കാര്യങ്ങൾ മാർക്കറ്റ് നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു തുടക്കക്കാരൻ എപ്പോഴും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന 50 മിനിറ്റും 4 അവറും ടൈം ഫ്രെയിമാണ്. അതിനുശേഷം 5 മിനിറ്റിൽ പോകുന്നത് തന്നെ വളരെ തെറ്റായ കാര്യമാണ്. നിങ്ങൾക്ക് വളരെയധികം സ്റ്റോപ്പ് ലോസ് അടിക്കാനും മാർക്കറ്റ് ഏത് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നതൊക്കെ മനസ്സിലാക്കാൻ വളരെ പാടാണ്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത് നിങ്ങൾ മനസ്സിലാക്കുക. 4 അവറിൽ ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്യുകയാണെന്ന്. അപ്പോൾ നിങ്ങൾ ഈ 4 അവറിൽ തന്നെ പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കിയേ, മാർക്കറ്റ് ബുള്ളിഷാണ്. മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബുള്ളിഷ് മാർക്കറ്റ് എവിടെ വന്ന ശേഷമാണ് തിരിച്ചു പോകുന്നത്? 4 അവറിൽ ഓവറാൾ ട്രെൻഡ് എന്ന് പറയുന്നത് ബെയറിഷാണ്. 50 മിനിറ്റിൽ മാർക്കറ്റ് ബുള്ളിഷായി. എങ്ങനെ ബുള്ളിഷായി? 50 മിനിറ്റിൽ ബുള്ളിഷായ കാരണം എന്ന് പറയുന്നത് 4 അവറിൽ പുൾ ബാക്ക് ചെയ്യാൻ സമയമായി. ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ 4 അവറിൽ പുൾ ബാക്ക് ചെയ്യുകയാണ്, മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. ഒരു പുൾ ബാക്ക് തന്ന ശേഷമാണ് തിരിച്ച് മാർക്കറ്റ് പോകുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം 50 മിനിറ്റിൽ നിങ്ങൾ നോക്കിയ ശേഷം ഇവിടെ നോക്കിയപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. നിങ്ങൾ നോക്കിയേ, ഇതാണ് അവസാനത്തെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ അടയാളപ്പെടുത്താൻ പഠിച്ചിട്ടില്ലെങ്കിൽ ചാനലിൽ കയറി നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണാൻ സാധിക്കും. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചിട്ടാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. മാർക്കറ്റ് മെക്കാനിക്സ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് ഇത്തരത്തിൽ മാത്രമേ എപ്പോഴും മാർക്കറ്റ് ഇത്തരത്തിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം പറഞ്ഞ് എൻ്റെ വയലെ വെള്ളം പോയി. അപ്പം മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലായി മാർക്കറ്റ് ബുള്ളിഷായി. 50 മിനിറ്റിൽ മാർക്കറ്റ് ബുള്ളിഷായി. അതായത് 4 അവറിൻ്റെ ഇൻറ്റേർണൽ ട്രെൻഡ് ആയിട്ടുള്ള 50 മിനിറ്റ് ഒരു പുൾ ബാക്ക് എടുക്കുകയാണ്. 4 അവറിൽ പുൾ ബാക്ക് എടുക്കുകയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് ഒരു സംശയം തോന്നും, നിങ്ങൾക്ക് എവിടം വരെ ട്രേഡ് ചെയ്യാമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഈ കാണുന്നില്ലേ, ഈ ഒരു ഫിബൊനാച്ചി ടൂളില്ലേ, ഈ കാണുന്ന ഈ ഒരു ലെവൽ വരെ 50 മിനിറ്റിൽ പുൾ ബാക്ക് ചെയ്യുമെന്ന് നിങ്ങൾക്ക് അറിയാം. 4 അവറിൽ ഇവിടം വരെ പുൾ ബാക്ക് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് തിരിച്ചു പോകത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. നമ്മൾ ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ട്രേഡ് എടുക്കാം. അപ്പോൾ നോക്കിയേ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചു. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ചു. അപ്പോൾ നിങ്ങൾ ഈ ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ടാപ്പ് ചെയ്ത ഉടനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വേണമെങ്കിൽ ഡയറക്റ്റ് എൻട്രി എടുക്കാം. ഡയറക്റ്റ് എൻട്രിക്ക് നമ്മൾ എന്താണ് പറയുന്നത്? റിസ്ക് എൻട്രി. SMC കോൺസെപ്റ്റിൽ നിങ്ങൾക്കൊരു കൺഫർമേഷൻ കിട്ടാതെ നിങ്ങൾ ഡയറക്റ്റ് എൻട്രി എടുക്കുന്നതിന് നമ്മൾ റിസ്ക് എൻട്രി എന്ന് പറയും. നിങ്ങൾക്കൊരു കൺഫർമേഷൻ വേണം. നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ട്രേഡ് എടുക്കാം. ഞാൻ മുമ്പുള്ള വീഡിയോസ് ചെയ്ത എല്ലാ വീഡിയോസും ഈ ഒരു വീഡിയോ ആയിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നിങ്ങൾ ഈ ഒരു കാര്യം നോക്കിയ ശേഷം മാത്രമേ ഞാൻ മുമ്പ് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. 50 മിനിറ്റിൽ കൺഫർമേഷൻ എൻട്രി എടുക്കുന്ന മുമ്പ് ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. 4 അവറിൽ ഏത് ട്രെൻഡാണ്, ആ ട്രെൻഡ് നോക്കുക. ഫിബൊനാച്ചി ടൂൾ വരച്ച് നോക്കുക. പിന്നെ 50 മിനിറ്റിൽ ഏത് ട്രെൻഡാണ് പോകുന്നത്, ഇതേ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, പിന്നെ നമുക്കിവിടെ കൺഫർമേഷൻ എൻട്രി എടുക്കണം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. കൺഫർമേഷൻ എൻട്രി എടുക്കാൻ നമ്മൾ ഇങ്ങനെ ഏത് ടൈം ഫ്രെയിമിലേക്കാണ് നമുക്ക് പോകുന്നത്? 1 മിനിറ്റ് ടൈം ഫ്രെയിമിലേക്ക് പോവുക. 1 മിനിറ്റ് നോക്കുക. ഓക്കെ, 1 മിനിറ്റ് കാണിച്ചു തരാം. 1 മിനിറ്റ് ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ റിസ്ക് എൻട്രിയാണ് മിക്ക സമയത്ത് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കാണിക്കാത്തത്, ടൈം ഫ്രെയിം കാണിക്കാത്തത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ 1 മിനിറ്റ് ആഡ് ചെയ്ത് കാണിക്കാം. ഓക്കെ, 1 മിനിറ്റിലേക്ക് പോവുക. ഓക്കെ,
1 മിനിറ്റ് കാണുന്നോ ടൈം ഫ്രെയിം? യെസ്, കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റ് ഏത് ഭാഗത്താണ് ഞാൻ വരച്ച് വെച്ചത്? മിക്കവാറും ചാട്ടി കാണിക്കാൻ സാധ്യത ഇല്ല. നോക്കട്ടെ, ഇവിടെ വെച്ചാണ് നമ്മൾ വരച്ചേക്കുന്നത്. കാരണം വെച്ചാൽ അത് ഇവിടെ കാണിക്കത്തില്ല. ഞാൻ ട്രേഡിംഗ് വ്യൂവിൻ്റെ പ്രീമിയം എടുത്തിട്ടില്ല, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തന്നിട്ടേ പോകുന്നുള്ളൂ. അപ്പം ഈ ഒരു ഭാഗത്ത് നിങ്ങൾ കാണാൻ പറ്റത്തില്ലല്ലോ. ഓക്കെ, തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്തായിട്ട് വീണ്ടും ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. നിങ്ങളത് വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് കാണിച്ചു തരാം. കൺഫർമേഷൻ എൻട്രി എടുക്കുന്ന ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ നിരവധി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. അപ്പം നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്ത ശേഷം 1 മിനിറ്റ് ഷിഫ്റ്റ് നോക്കുക. 1 മിനിറ്റിൽ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ കിട്ടണം. 1 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് കാറ്റഗറി ടു അപ്സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാക്കുക അവിടെ മാർക്കറ്റ് തിരിച്ച് മുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് നിങ്ങൾക്ക് എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, എൻട്രി എടുക്കാം. നമുക്ക് ഈ ഒരു ലെവലിൽ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. സ്ട്രിങ് സ്ട്രക്ചറിൻ്റെ ഹൈ വരെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഓക്കെ, മനസ്സിലായില്ലേ? വീണ്ടും മാർക്കറ്റ് തിരിച്ച് ഈ ഒരു ലോ, ഈ ഒരു ഹൈ, വീണ്ടും തിരിച്ച് മാർക്കറ്റ് വരുന്നു. മാർക്കറ്റ് ഈ പുൾ ബാക്ക് തരുന്ന ശേഷം വീണ്ടും ഈ ഒരു ഹൈ മാർക്കറ്റ് സ്ട്രക്ചർ പോകുന്നു. അപ്പോൾ 50 മിനിറ്റിൽ മാർക്കറ്റ് ബുള്ളിഷാണ്. നോക്കിയേ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അപ്സൈഡ്, മാർക്കറ്റ് ബുള്ളിഷാണ്. വീണ്ടും ഈ ഒരു ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നു. ഇത്തരത്തിൽ മാർക്കറ്റ് ഹൈ ബ്രേക്ക് ചെയ്ത് പോവുകയാണ്. നോക്കിയേ, തിരിച്ച് ഇവിടെയുള്ള ലിക്വിഡിറ്റിയൊക്കെ മാർക്കറ്റ് ഹണ്ട് ചെയ്യുകയാണ്. ഹണ്ട് ചെയ്ത ശേഷം വീണ്ടും മാർക്കറ്റ് നല്ല രീതിയിൽ ബുള്ളിഷായിട്ട് മാർക്കറ്റ് വീണ്ടും മുകളിലേക്ക് പോവുകയാണ്. അപ്പം ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചർ ട്രേഡ് ചെയ്യാൻ നമുക്ക് മാർക്കറ്റ് എന്തായാലും പോവുകയാണ്. നമുക്ക് ഇൻറ്റേർണൽ സ്ട്രക്ചറിലും ട്രേഡ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ മിക്ക സമയത്ത് ഇൻറ്റേർണൽ സ്ട്രക്ചറും ട്രേഡ് ചെയ്യാറുണ്ട്, 50 മിനിറ്റിൽ ട്രേഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സ്ട്രക്ചർ, നിങ്ങൾ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെക്കുക. മാർക്കറ്റ് എവിടെ നിന്ന് പുൾ ബാക്ക് ചെയ്യുമെന്ന് നിങ്ങൾ ട്രേഡ് എടുക്കുക. ഞാൻ ഈ മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വന്നാൽ, 50 മിനിറ്റിൽ ഈ ഒരു ലെവൽ വരെ വന്നാൽ ഞാൻ ട്രേഡ് എടുക്കില്ല. കാരണം എനിക്കറിയാം മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ചു പോകാൻ സമയമായി എന്ന്. അതായത് 4 അവറിൽ മാർക്കറ്റ് തിരിച്ചു പോകാൻ സമയമായെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും ഞാൻ ട്രേഡ് എടുക്കത്തേ ഇല്ല. അപ്പോൾ തിരിച്ച് മാർക്കറ്റ് 4 അവറിൽ ഇവരൊരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്. ആ ഓർഡർ ബ്ലോക്ക് വന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത് വീണ്ടും പ്രൈസ് ഇവിടെ വന്ന് ടാപ്പ് ചെയ്ത്, അതായത് ഇവിടെ നിന്ന് സെല്ല് ചെയ്ത ആൾക്കാരൊക്കെ വീണ്ടും മാർക്കറ്റ് ലിക്വിഡിറ്റി ആക്കിയ ശേഷം ലിക്വിഡിറ്റി വീണ്ടും സ്വീപ്പ് ചെയ്ത് മാർക്കറ്റ് നോക്കിയേ 50 മിനിറ്റിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു, ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു ഡൗൺ സൈഡ് തന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? 50 മിനിറ്റിൽ മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്യാൻ സമയമായെന്ന്. 50 മിനിറ്റ് 4 അവറിൽ തിരിച്ച് മാർക്കറ്റ് ബെയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെ മനസ്സിലാക്കി? 50 മിനിറ്റിൽ നമുക്ക് മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ, ഇതാണ് നമ്മളുടെ ഒറിജിനൽ ട്രെൻഡ്. ഇപ്പം നമ്മൾ ഈ ട്രെൻഡാണ് നമ്മൾ യഥാർത്ഥ ട്രെൻഡ് എന്ന് പറയുന്നത്. മാർക്കറ്റ് ഓവറോൾ ബെയറിഷാണ്. ഓക്കെ, 4 അവറിൽ തിരിച്ച് മാർക്കറ്റ് ബെയറിഷായി. ഓക്കെ, മാർക്കറ്റ് ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഡൗൺ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഓർഡർ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ഓർഡർ ബ്ലോക്ക് കണ്ടുപിടിച്ച് ഞാൻ എൻ്റെ ചാനലിൽ പറഞ്ഞ കണക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ ബ്ലോക്ക് വരച്ച് വെച്ചു. ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്തു. ഞാൻ കാണിച്ചു തരാം. ഈ ഓർഡർ ബ്ലോക്കിന് പ്രൈസ് ടാപ്പ് ചെയ്തു. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഓർഡർ എടുക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് കൺഫർമേഷൻ വേണമെങ്കിൽ കൺഫർമേഷൻ ചെയ്യാൻ പറ്റും. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഡയറക്റ്റ് എൻട്രി ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ടാർഗറ്റ് ഈ ഒരു സ്വിംഗ് ലോ വയ്ക്കാൻ പറ്റും. ഈ ഓർഡർ ബ്ലോക്കിൻ്റെ ഹൈ സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനെ റിസ്ക് എൻട്രി എന്ന് പറയും. നിങ്ങൾക്ക് കൺഫർമേഷൻ വേണം. നിങ്ങൾക്ക് റിസ്ക് എൻട്രി എടുക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് കൺഫർമേഷൻ വേണം. എനിക്ക് എൻ്റെ ക്യാപിറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എനിക്ക് കൺഫർമേഷൻ കിട്ടിയ ശേഷം മാത്രമേ ഞാൻ ഓർഡർ എടുക്കത്തുള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഭാഗം ഞാൻ മാർക്ക് ചെയ്യാം. ഇവിടെ വന്ന് നമ്മൾ നമ്മളെ ഓർഡർ ബ്ലോക്ക് മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ടത് നേരെ 1 മിനിറ്റിലേക്ക് പോവുക. ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്യുക. ടൈം ഫ്രെയിം ഷിഫ്റ്റ് ചെയ്തിട്ട് 1 മിനിറ്റ് പോവുക. ഇവിടെ നോക്കിയേ, ഇവിടെയാണ് മാർക്കറ്റ് ഓർഡർ ബ്ലോക്ക് ടാപ്പ് ചെയ്തത്. 1 മിനിറ്റ് നമുക്ക് മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഡൗൺ സൈഡ് നോക്കാം. അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് 3 മിനിറ്റിൽ നോക്കാൻ പറ്റും. ഓക്കെ, 1 മിനിറ്റ് കാണിച്ചു തരാം. 1 മിനിറ്റ് നോക്കിയേ, മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ചെയ്തു, അപ്പ് സൈഡ് തന്നു. അപ്പം ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം. ഓക്കെ, ചെറിയ ലോസ് ഉണ്ട്. ഞാൻ മെയിനായിട്ടുള്ള ലോ നോക്കുകയാണ്.
അപ്പം മാർക്കറ്റ് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അപ്പം നോക്കിയേ, മാർക്കറ്റ് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഇത് മെയിനായിട്ടുള്ള മാർക്കറ്റിൻ്റെ സ്ട്രക്ചറാണ്. മാർക്കറ്റ് ഇവിടെ ചെറിയ രീതിയിലുള്ള ഇൻറ്റേർണൽ സ്ട്രക്ചർ വരുന്നുണ്ട്. നോക്കിയേ, ഇവിടെ ഒരു ചെറിയ ബ്രേക്കപ്പ് സ്ട്രക്ചർ ഉണ്ട്. മാർക്കറ്റ് ഇവിടെ ബ്രേക്കപ്പ് സ്ട്രക്ചർ തന്ന ശേഷം മാർക്കറ്റ് ഈ ഒരു ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നിങ്ങൾക്ക് ഇവിടെ എങ്ങനെ എൻട്രി എടുക്കാം നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, 1 മിനിറ്റിൽ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് കിട്ടി, അതായത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ടു ഡൗൺ സൈഡ് കിട്ടി. ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 മിനിറ്റിൽ പോയി ഓർഡർ എടുക്കാം, അല്ലെങ്കിൽ 3 മിനിറ്റിൽ എടുക്കാം, 1 മിനിറ്റിൽ എടുക്കാം, നിങ്ങളിഷ്ടം. ഇതെല്ലാം സെയിം, എല്ലാത്തിലും വർക്ക് ചെയ്യുന്ന കാര്യമാണ്. നിങ്ങൾക്കൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടുക, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ അവിടെ ഈ ഒരു 5 മിനിറ്റ് എത്രയും വലിയ ഓർഡർ ബ്ലോക്ക് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഓർഡർ ബ്ലോക്കിൽ നിങ്ങൾക്ക് ഓർഡർ എടുക്കാം. ഇതിനാണ് കൺഫർമേഷൻ എൻട്രി എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ 500 വട്ടം എൻ്റെ വീഡിയോയിലെല്ലാം പറയുന്ന കാര്യം ഇത് തന്നെയാണ്. നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കുക. അല്ലാതെ ലൈവ് മാർക്കറ്റിൽ പോയി ഓർഡർ ഉണ്ടാക്കാതെ ഈ മാർക്കറ്റിൽ നടന്ന കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, വരച്ച് പഠിക്കുക. അതിനുശേഷമാണ് ലൈവ് മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മനസ്സിലാക്കിയാൽ മാത്രമേ, നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ലൈവ് മാർക്കറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് ഏകദേശം എത്ര ദിവസം കൊണ്ടായിരിക്കും മാർക്കറ്റ് ഇത് ചെയ്ത് നോക്കാം. നിങ്ങളിവിടെ എൻട്രി എടുത്ത ശേഷം മാർക്കറ്റ് ഏകദേശം എത്ര ദിവസം കാണിച്ചു തരാം. ഇവിടെ എൻട്രി എടുത്തു, അവിടെ 50 മിനിറ്റ് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലേ നമുക്ക് 50 മിനിറ്റ് ബ്രേക്കപ്പ് സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. നോക്കി ഏകദേശം എത്ര ദിവസം എടുത്തിട്ട് മാർക്കറ്റ് ഇവിടെ നിന്ന് വന്നേ നോക്കാം. 50 മിനിറ്റിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ഇവിടം വരെ വയ്ക്കുവാണെങ്കിൽ ഏകദേശം 1:8 വരെയാണ് കിട്ടുന്നത്. ചെറിയ റിസ്കിൽ എത്രയും വലിയ റിവാർഡാണ് കിട്ടുന്നത്. നിങ്ങൾ ഇവിടം വരെ ഈ സ്വിംഗ് ലോ വരെ ടാർഗറ്റ് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഇവിടെ എത്ര ദിവസം നമ്മൾ ഓർഡർ ബ്ലോക്ക് ഹിറ്റ് ചെയ്ത് മുതൽ നമ്മുടെ ടാർഗറ്റ് അടിക്കാൻ ഏകദേശം ഒരു ദിവസം 15 ദിവസമാണ് എടുക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ടാർഗറ്റ് അടിച്ച്. ഓക്കെ, അപ്പം ഇത്തരത്തിലാണ് മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. നോക്കിയേ, വീണ്ടും മാർക്കറ്റ് 4 അവർ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ കിട്ടി. ഇപ്പോൾ മാർക്കറ്റിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് പറയുന്ന കാര്യം. നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഞാൻ പറയുന്ന കാര്യം മണ്ടത്തരമാണോ അതൊക്കെ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കുക. 4 അവറിൽ നിങ്ങൾ നോക്കിയേ, 4 അവറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന എൻ്റെ മാർക്കറ്റ് അനലൈസ് എന്ന് പറയുന്നത് 4 അവറിൽ നമുക്കൊരു ബ്രേക്കപ്പ് സ്ട്രക്ചർ കിട്ടി. ഞാൻ പറഞ്ഞ പോലെ തന്നെ 4 അവർ ബ്രേക്കപ്പ് സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മാർക്കറ്റ് ഒരു പുൾ ബാക്ക് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് തിരിച്ചു പോകത്തുള്ളൂ. അതെങ്ങനെ എനിക്ക് മനസ്സിലാക്കാം? മാർക്കറ്റ് കഴിഞ്ഞ പുൾ ബാക്കിൽ മാർക്കറ്റ് ഈ ഒരു ഹൈക്ക് വന്ന ശേഷം മാത്രമാണ് മാർക്കറ്റ് പുതിയൊരു ബ്രേക്കപ്പ് സ്ട്രക്ചർ കിട്ടിയത്. നിങ്ങൾ വിക്ക് ബ്രേക്കും കൂട്ടുക. ഓക്കെ, വിക്കൊക്കെ ഞാൻ കൂട്ടിയിട്ടാണ് മാർക്കറ്റ് അടയാളപ്പെടുത്തുന്നത്. മിക്ക ആൾക്കാരും ചോദിക്കാറുണ്ട് ഈ വിക്ക് കൂട്ടണോ എന്നൊക്കെ. 4 അവറിൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ടൈം ഫ്രെയിമാണ്. അപ്പോൾ നിങ്ങൾ ഈ വിക്കും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മാർക്കറ്റ് ഇത് തിരിച്ച് ഇവിടം വരെ വന്ന ശേഷം മാത്രമേ, അതായത് ഈ ഒരു ലെവൽ എത്തിയ ശേഷം മാത്രമേ മാർക്കറ്റ് തിരിച്ച് പോകത്തുള്ളൂ. അതെനിക്കറിയാം. അപ്പം എനിക്കറിയാം, എൻ്റെ മനസ്സിലുണ്ട് മാർക്കറ്റ് ഇവിടം വരെ വന്ന ശേഷം മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ എന്ന്. അപ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ എത്തുമെന്ന് എനിക്കറിയാമല്ലോ. അപ്പം നമുക്ക് ഈ ഒരു ലെവൽ വരെ നമുക്ക് ട്രേഡ് എടുക്കാം. ഈ ഒരു ലെവൽ വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. മാർക്കറ്റ് ഇവിടം വരെ സഞ്ചരിച്ച ശേഷം മാത്രമേ തിരിച്ചു പോകത്തുള്ളൂ 4 അവറിൽ. അപ്പം നിങ്ങൾക്ക് ഇതൊരു ട്രേഡിങ് ഓപ്പർച്യൂണിറ്റി ആക്കാൻ പറ്റും. നിങ്ങളത് മനസ്സിലാക്കുക. മാർക്കറ്റ് ഇവിടം വരെ വന്ന ശേഷം അത് തിരിച്ചൊരു ചേഞ്ച് ഓഫ് കാറ്റ് കിട്ടി മാർക്കറ്റ് തിരിച്ചൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ കിട്ടത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? 50 മിനിറ്റ് പോവുക. 50 മിനിറ്റ് പോയ ശേഷം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നോക്കിയേ, നിങ്ങൾക്ക് ഈ ഒരു പുതിയ നമ്മുടെ ട്രേഡിംഗ് റേഞ്ചിനകത്ത് 4 അവർ റേഞ്ചിനകത്ത് 71 ലെവലിൽ വന്ന ശേഷം മാത്രമേ മാർക്കറ്റ് തിരിച്ചു പോകത്തുള്ളൂ. ഓക്കെ, 4 അവറിൽ ഇവിടെ ഒരു മാർക്കറ്റ് ഇവിടെ ഒരു ഓർഡർ ബ്ലോക്കിൽ വന്ന് മാർക്കറ്റ് ഇതാണ് ഫുൾ ബാക്കി കണ്ടോ. 50 മിനിറ്റിൽ മാർക്കറ്റ് ഒരു ചേഞ്ച് ഓഫ് കാറ്റ് തന്നു. ചേഞ്ച് ഓഫ് കാറ്റ് ടു അപ്പ് സൈഡ്. മാർക്കറ്റ് ചേഞ്ച് ഓഫ് കാറ്റ് തന്ന ശേഷം നോക്കിയേ മാർക്കറ്റ് പോവുകയാണ്. മാർക്കറ്റ് 50 മിനിറ്റിൽ ബുള്ളിഷായി. മാർക്കറ്റ് ഈ ഒരു ലെവൽ എത്തിയ ശേഷം
നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. മാർക്കറ്റ് ഈ ഒരു ലെവലിൽ ഓർഡർ ബ്ലോക്ക് വന്ന് നോക്കിയ ശേഷം മാർക്കറ്റ് 50 മിനിറ്റ് ഇവരൊരു ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 അവറിൽ മാർക്കറ്റ് ട്രെൻഡുമായിട്ട് മാർക്കറ്റ് തിരിച്ചു പോവുകയാണ്. അതായത് 4 അവറിൽ മാർക്കറ്റ് തിരിച്ചൊരു ബ്രേക്കപ്പ് സ്ട്രക്ചർ തരാൻ സമയമായി നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾ വിചാരിക്കും, നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, മാർക്കറ്റ് ഇവിടെ എത്തിയ ശേഷം മാർക്കറ്റ് നമ്മളെ പ്രീമിയത്തിൽ പോകാതെ 4 അവറിൽ പ്രീമിയത്തിൽ പോകാതെ ഇവിടെ വന്നൊരു ചേഞ്ച് ഓഫ് കാറ്റഗറി എന്നാൽ ഞാൻ ഓർഡർ എടുക്കുമെന്ന്. ഞാൻ അവിടെ എൻ്റർ ചെയ്യത്തില്ല. ഞാൻ എൻ്റർ ചെയ്യുന്നത് എനിക്കറിയാം മാർക്കറ്റ് ഇവിടം വരെയെങ്കിലും പുൾ ബാക്ക് ചെയ്യുമെന്ന്. പുൾ ബാക്ക് ചെയ്ത ശേഷം മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ എന്ന് എനിക്കറിയാം. അവിടെ വന്ന് ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഞാൻ ഒരു എൻട്രി എടുക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്, ഈ കാണുന്ന ട്രെൻഡ് എന്ന് പറയുന്നത് മൊത്തം ലിക്വിഡിറ്റിയാണ്. തിരിച്ച് മാർക്കറ്റ് ലിക്വിഡിറ്റി സിപ്പ് ചെയ്യും. ലിക്വിഡിറ്റിയാണ് നമുക്കറിയാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. ഇതിനെയാണ് ഇൻറ്റേർണൽ ട്രെൻഡ് എന്ന് പറയുന്നത്, 4 അവറിൽ ഇൻറ്റേർണൽ ട്രെൻഡ്. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞു തരാം. 4 അവറാണ് നമ്മൾ ഓവറോൾ ട്രെൻഡ് എന്ന് പറയുന്നത്. 50 മിനിറ്റാണ് നമ്മൾ ഇൻറ്റേർണൽ ട്രെൻഡ്. അപ്പം 4 അവറിലെ ട്രെൻഡ് നോക്കിയ ശേഷം മാത്രമേ നിങ്ങൾ ട്രേഡ് എടുക്കാവൂ. മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല. മലയാളത്തിൽ ഇങ്ങനത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണത്തില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ മിക്ക ആൾക്കാരും പറഞ്ഞു തരാത്ത കാര്യമാണ്. നിങ്ങൾ പുറത്ത് ഫീസ് കൊടുത്ത് 1 ലക്ഷം 1.5 ലക്ഷം രൂപ കൊടുത്തൊക്കെ പഠിക്കുന്ന കാര്യമാണ് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് 4 അവറിൽ നിങ്ങൾ ട്രെൻഡ് ഏതാണെന്ന് നോക്കുക. നമ്പർ 1 എങ്ങനെ നോക്കാം? നിങ്ങൾ 4 അവറിൽ ട്രെൻഡ് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ഫെബിനാച്ചി ടൂൾ എടുത്ത ശേഷം വരച്ച് നോക്കുക. ഈ ഫെബിനാച്ചി ടൂൾ എന്ന് പറയുന്ന സാധനം ഒരു ഇൻഡിക്കേറ്ററോ കോപ്പോ ഒന്നുമല്ല. ഇതൊരു മാത്തമാറ്റിക്കലി ഈ ഇൻഡിക്കേറ്ററൊക്കെ വരുന്ന മുമ്പേ വർഷങ്ങൾക്ക് മുമ്പ് മുതൽ തന്നെ ട്രേഡിങ്ങിൽ ഉപയോഗിക്കുന്ന സാധനമാണ് ഫെബിനാച്ചി ടൂള്. ഇത് മാത്തമാറ്റിക്കലി ഉള്ള ഒരു അളവാണ്. ഈ ഒരു അളവ് വന്ന ശേഷം മാത്രമേ മാർക്കറ്റ് തിരിച്ചു പോകത്തുള്ളൂ. ഞാൻ റോങ് ആയിട്ട് സംസാരിക്കുമെന്ന് പറയുന്നത് നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ കള്ളമല്ല പറയുന്നത്. നിങ്ങൾ ഇത് നോക്കിയ ശേഷം നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ പഠിക്കുക. ഇവിടെ നിങ്ങൾക്ക് കണ്ണൂർ കാണാൻ സാധിക്കും. പുതിയ ബ്രേക്ക് സ്ട്രക്ചർ കിട്ടിയ ശേഷം വീണ്ടും മാർക്കറ്റ് പുൾ ബാക്ക് ചെയ്ത ശേഷമാണ് മാർക്കറ്റ് തിരിച്ചൊരു വീണ്ടും ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഫോർവേഡ് തരുന്നത്. ഇവിടെ നിങ്ങൾ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇത് ഡൗൺ സൈഡ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം 4 അവറിൽ ഏത് ട്രെൻഡാണെന്ന്. അപ്പോൾ ഇവിടം വരെ മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു, ഇവിടെ മാർക്കറ്റ് ബെയറിഷായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഡേ ടൈം നിങ്ങൾക്ക് നോക്കാം. ഡേ ടൈം എന്ന് പറയുന്നത് ഏതുമായിട്ട് കണക്റ്റാണ്? 4 അവറുമായിട്ട് കണക്റ്റാണ്. ഇതിനെയൊക്കെ ഈ ഒരു 4 അവറിലൊക്കെ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം. വൺ ഡേ ടൈം ഫ്രെയിമിൽ വേണമെങ്കിൽ ട്രേഡ് എടുക്കാൻ പറ്റും. ഈ കാണുന്ന ഈ ഒരു ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ വൺ ഡേ ആണ്. 1 ഡേ ആണ് ഈ ഒരു ക്യാൻഡിൽ എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ക്യാൻഡിലും ഒരു ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഡേ ക്യാൻഡിലും ട്രേഡ് എടുക്കാൻ പറ്റും. അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനൽ കിട്ടാത്ത സാധനമാണ് ഞാൻ ഫ്രീ ആയിട്ട് പറഞ്ഞു തരുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന യാതൊരു കുഴപ്പമില്ല. അപ്പം അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. ഈ വീഡിയോ തന്നെ ഞാൻ മൊത്ത കാര്യങ്ങളും പറഞ്ഞാൽ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷനായി പോകും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 അവർ ടൈം ഫ്രെയിമും 50 മിനിറ്റ് ടൈം ഫ്രെയിമും കണക്റ്റഡ് ആണ്. 4 അവർ ടൈം ഫ്രെയിമിൽ ഒരു ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 4 അവറിൽ തിരിച്ച് പുൾ ബാക്ക് മാർക്കറ്റ് പോവുകയാണെന്ന്. 50 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടിക്കഴിഞ്ഞ ശേഷം മാത്രമേ മാർക്കറ്റ് പോകത്തുള്ളൂ. മാർക്കറ്റ് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. ഇവിടെ നമുക്കൊരു ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടിക്കഴിഞ്ഞു. 4 അവറിൽ ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടി. ഈ ഒരു കാര്യമല്ലേ ഞാൻ ഇവിടെ കാണിച്ചു തന്നത്? കാണിച്ചു തരാം. ഈ ഒരു കാര്യം നോക്കിയേ. ഈ ഒരു കാര്യമാണ് ഞാൻ ഇവിടെ കാണിച്ചു തന്നത്. 50 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടിയ ശേഷമാണ് മാർക്കറ്റ് തിരിച്ച് ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഈ കാണുന്ന ചേഞ്ച് ഓഫ് കാറ്റഗറി തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ നമുക്ക് 50 മിനിറ്റ് ചേഞ്ച് ഓഫ് കാറ്റഗറി കിട്ടി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റ് തിരിച്ച് ബുൾ ബാക്ക് ചെയ്ത് മാർക്കറ്റ് തിരിച്ച് താഴേക്ക് പോവുകയാണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ കണ്ടു നോക്കുക. സംശയങ്ങൾ താഴെ കമൻറ്റിൽ പറയുക. ഞാൻ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മനസ്സിലായില്ലെങ്കിൽ വീഡിയോ ചെയ്തു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലോങ് ആയി എന്ന് അറിയാം.
എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ പറയാൻ കുറച്ച് സമയം പിടിച്ചു. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഒരു ബിഗിനറിന് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ കുത്തി നിറയ്ക്കാതെ നല്ല മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നത് എനിക്ക് തോന്നുന്നു. എല്ലാവരും ട്രേഡിംഗ് പറഞ്ഞാൽ ഈസിയാണ്. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. അപ്പം ഭയങ്കര വലിച്ചു നീട്ടാതെ മിക്ക ആൾക്കാരും ഇതിൽ വളരെയധികം കാര്യങ്ങൾ കുത്തിക്കയറ്റി വളരെ ഇല്ലാതാക്കുന്നത് ചില ആൾക്കാരാണ്. നിങ്ങളത് ഓർക്കുക. അപ്പം നിങ്ങൾക്ക് നല്ലൊരു ട്രേഡിംഗ്, സിമ്പിളായിട്ടുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുക. കൂടുതലൊന്നും കാര്യം ചെയ്യാതെ നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യുക. അപ്പം ട്രേഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾ സ്കാൽപ്പിങ്ങിലോട്ടൊന്നും പോകരുത് ദയവ് ചെയ്ത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സ്കാൽപ്പിങ് കാര്യങ്ങളൊക്കെ മാറ്റുക. ഹൈ ടൈം ഫ്രെയിം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് 50 മിനിറ്റ് 4 അവർ ടൈം ഫ്രെയിം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ആ ഒരു ടൈം ഫ്രെയിമിൽ ട്രേഡ് എടുക്കുക. സ്റ്റോപ്പ് ലോസ് അടിക്കാൻ സാധ്യത വളരെ കുറവാണ്. ട്രേഡ് നല്ല ഹോൾഡ് ചെയ്യാൻ പറ്റും. നല്ല റിസ്ക് റിവാർഡിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ടത്, എൻ്റെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് 4 അവർ 50 മിനിറ്റ് ഈ ഒരു ടൈം ഫ്രെയിമിനെ സ്നേഹിക്കുക. ടൈം ഫ്രെയിമിലെ സ്ട്രക്ചർ മനസ്സിലാക്കുക. ട്രേഡിങ്ങിൽ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ, എത്രത്തോളം ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നോ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ ഗൈസ്.